നെക്സ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നടത്തും. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ദി മാഗ്നറ്റിക് ടോട്ടൽ മാഗ്നറ്റിക് ലൈൻസ് പാസിംഗ് ത്രൂ എ ഏരിയ. എന്ന് എഴുതിക്കോ. മാഗ്നറ്റിക് ഫ്ലക്സ് total number of lines of force of a magnetic field capital B through a given area is called magnetic flux. That is phi equal to integral B dot ds. Phi equal to integral B dot ds. ഇനി ഒന്ന് ശ്രദ്ധിക്കുക. phi equal to B പുറത്തെടുത്താൽ ഇന്റഗ്രൽ ds equal to B into S എന്ന് വിചാരിക്കുക. Therefore, B equal to phi by S. B equal to, so magnetic field equal to flux per area. ഇതൊന്ന് നോട്ട് ചെയ്തോ. phi equal to integral B dot ds, or phi equal to B into integral ds B into S, or B magnetic field B equal to phi by S. Thus, magnetic field at a point in a region is the total flux passing normally through unit area. It is also called flux density. And യൂണിറ്റ് വെബർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് അറിയില്ല, ടെസ്ല. ഇനി ഗോസസ് തിയറം പറഞ്ഞത്രേ ഉള്ളൂ. ഇതിപ്പോ സാധാരണ ഒരു സർഫസ് ആണെങ്കിലാണ് ഇത്. ഇനി ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കുന്നതെങ്കിൽ, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കണമെങ്കിൽ phi ഫ്ലക്സ് 0 ആയിരിക്കും. അതായത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. സോ ഇതാണ് പറയുന്നത്, ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 0. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്. എഴുതിക്കോ. ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് line integral of magnetic field over any closed surface is 0. ഒരു സബ്ഹെഡിങ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ ക്ലാസ്സിൽ. എർത്തിന് നമുക്ക് ഒരു മാഗ്നറ്റായിട്ട്, എർത്ത് ഇറ്റ്സെൽഫ് നമ്മൾ തന്നെ മാഗ്നറ്റായിട്ട് കാണുന്നു. അപ്പം അതിൻ്റെ കാരണം നമുക്കറിയാം. മോൾട്ടൺ റോക്സ് ഒക്കെ ഇന്നർ കോറിൽ മോൾട്ടൺ റോക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ കറണ്ട്, മോൾട്ടൺ സ്റ്റേജ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ സോ ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതും അഗെയിൻ എർത്തിനകത്ത് തന്നെ വി ക്യാൻ കൺസിഡർ ഇറ്റ്സ് ടു ബി എ ഹ്യൂജ് സോളിനോയിഡ്. എർത്തിനകത്ത് നമ്മളൊരു വലിയ സോളിനോയിഡ് വെച്ചതായിട്ട് നമ്മൾ വിചാരിക്കുകയാണ്. വലിയൊരു സോളിനോയിഡ്, ഹ്യൂജ് സോളിനോയിഡ് അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് വിത്ത് നോർത്ത് പോൾ പോയിന്റിങ് സൗത്ത്. ജോഗ്രഫിക് സൗത്തിലായിരിക്കും ആ സോളിനോയിഡിന്റെ നോർത്ത്, ജോഗ്രഫിക് നോർത്തിലായിരിക്കും സോളിനോയിഡിന്റെ സൗത്ത്. ആ രീതിയിലാണ് നമ്മൾ തന്നെ കൺസിഡർ ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി.
റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഭൂമധ്യരേഖയും അക്ഷാംശരേഖയും, ജോഗ്രഫിക് മെറിഡിയൻ, മാഗ്നറ്റിക് മെറിഡിയൻ, അതൊക്കെ നോക്കിക്കോ. വാട്ട് ഈസ് മെൻ ബൈ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ? ഭൂമധ്യരേഖയും അതുപോലെ അക്ഷാംശരേഖയും അതൊന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത നമ്മുടെ സബ്ഹെഡിങ്ങാണ് ഡിക്ലിനേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്നുള്ളത്. നമ്മൾ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഇതാണ് എർത്തിന്റെ നോർത്ത് നിൽക്കുന്നതെന്നിരിക്കുക. അപ്പം നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ എർത്തിന്റെ നോർത്തിൽ നിന്നും ചെറുതായിട്ടൊരു ചെരിവുണ്ടാവും. ഇങ്ങനെ കൃത്യം ഇങ്ങനെ നിൽക്കില്ല, പകരം ചെറുതായിട്ടൊരു ചെരിവുണ്ടാവും, ചെറിയൊരു ആംഗിൾ. അപ്പൊ എർത്തിന്റെ നോർത്തും ഈ മാഗ്നറ്റിക് കോമ്പസ് നീഡിലിന്റെ നോർത്തും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞ ആംഗിളാണ്, അതാണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ. ഓക്കെ, ഒന്ന് എഴുതിക്കോ. Declination is the angle between the geographic north of the earth and north pole of a magnetic compass needle അല്ലെങ്കിൽ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഡിപ്പ് എന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എർത്ത് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ വരച്ചിട്ടുള്ള BE എന്നുള്ളത്. എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ കാണിച്ചിട്ടുള്ള BE എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ BE എർത്തിന്റെ സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോ ഇതാണ് എർത്തിന്റെ സർഫസും അതുപോലെ ടോട്ടൽ ഫീൽഡും ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. ഓക്കെ, എർത്തിന്റെ സർഫസും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. അപ്പൊ നമുക്ക് സിൻസ് ദി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B is inclined, we resolve it into two mutually perpendicular component HE എന്നും ZE എന്നും. സോ HE ഈക്വൽ ടു നമുക്കറിയാം കോസ് കമ്പോണന്റ് ആണ്, ഇത് സൈൻ കമ്പോണന്റ് ആണ്. സോ HE ZE ഈക്വൽ ടു സൈൻ തീറ്റ ആൻഡ് HE ഈക്വൽ ടു കോസ് തീറ്റ. രണ്ടും ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് ടാൻ തീറ്റ 1, 2. സോ 1/2 ഈക്വൽ ടു ZE ബൈ HE ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ ഓർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ZE ബൈ HE. അതൊന്ന് എഴുതി വെച്ചോ, ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. സോ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഡിപ്പ് ഈസ് ദി ആംഗിൾ between total magnetic field and surface of the earth. Angle between total magnetic field and surface of the earth. അല്ലെങ്കിൽ it is the angle which makes with the horizontal total magnetic field and surface of the earth അങ്ങനെയും പറയാം. ഇനി ഇതൊന്ന് വരച്ചിട്ടുണ്ടാവും, എഴുതിക്കോ. സിൻസ് the total magnetic field B is inclined, it is resolved into HE
and ZE. HE and ZE. Suffix ആണ്. From the figure, Z equal to sin theta, H equal to cos theta, divided into equation ZE by H equal to sin theta by cos theta equal to tan theta, theta equal to tan inverse ZE by HE.